നമസ്കാരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ കടുക്കുന്നതിനിടെ റഷ്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ റീറ്റെയിൽ സ്ഥാപനമായ വൈൽഡ് ബെറീസിന്റെ വെയർഹൌസുകൾ ലക്ഷ്യമിട്ട് യുക്രൈൻ വീണ്ടും കടുത്ത ഡ്രോൺ ആക്രമണം നടത്തി. തെക്ക് പടിഞ്ഞാറൻ റഷ്യയിലെ പ്രമുഖ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ലോജിസ്റ്റിക് ഹബ്ബുകൾക്ക് നേരെയാണ് രാത്രിയിൽ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ സ്ഥാപനത്തിലെ 15ഓളം ജീവനക്കാർക്ക് പരിക്കേറ്റതായി കമ്പനി സ്ഥാപകയും പ്രാദേശിക അധികാരികളും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് ഈ പ്രമുഖ കമ്പനികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച താംബോവ്, ഇലക്ട്രോസ്റ്റൽ എന്നിവിടങ്ങളിലെ വെയർഹൌസുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ജീവനക്കാരെയും സാധാരണക്കാരെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വൻ ആക്രമണം നടന്നിരിക്കുന്നത്. റഷ്യൻ സൈന്യത്തിന് ആവശ്യമായ ഡ്രോൺ ഘടകങ്ങൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ, മറ്റ് സൈനിക അനുബന്ധ സാമഗ്രികൾ എന്നിവ എത്തിച്ചു നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ക്രാസ്നോഡാർ, സ്റ്റാവ്രോപോൾ മേഖലകളിലെ ലോജിസ്റ്റിക് ഹബ്ബുകളാണ് തങ്ങൾ തകർത്തതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വ്യക്തമാക്കി. ക്രാസ്നോഡാറിലെയും സ്റ്റാവ്രോപോൾ മേഖലയിലെയും നെവിനോമിസ്കിലെയും സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടതായി വൈൽഡ് ബെറീസ് സ്ഥാപകയായ ടാറ്റിയാന കിമും സ്ഥിരീകരിച്ചു. തങ്ങളുടെ കമ്പനിയിലെ സാധാരണക്കാരായ ജീവനക്കാർക്ക് നേരെ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ കടുത്ത മാനസിക വ്യഥയാണ് ഉണ്ടാക്കുന്നതെന്നും എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തങ്ങൾ തുടരുമെന്നും അവർ ടെലഗ്രാമിലൂടെ വ്യക്തമാക്കി. ആക്രമണത്തെ തുടർന്ന് ഇരു കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. സ്റ്റാവ്രോപോൾ ഗവർണർ വ്ളാഡിമിറോവ് നൽകുന്ന വിവരമനുസരിച്ച് നെവിനോമിസ്കിലെ വെയർഹൌസ് സമുച്ചയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. എന്നാൽ ക്രാസ്നോഡാറിലെ അവസ്ഥ കൂടുതൽ ഭയാനകമാണ്. അവിടെ നടന്ന ആക്രമണത്തിൽ 10 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ഇതിൽ 3 പേരുടെ നില കടുത്ത ആശങ്കയായി തുടരുകയും ചെയ്യുന്നതായി പ്രവിശ്യ ഗവർണർ വെനിയാമിൻ കോൺട്രാഥേവ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ വെയർഹൌസുകളിൽ നിന്നും പടുകൂറ്റൻ പുകപടലങ്ങളും തീജ്വാലകളും ഉയരുന്നതിന്റെ ഭീതിജനകമായ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കെട്ടിടങ്ങളിൽ നിന്നും തീഗോളങ്ങൾ ഉയരുമ്പോൾ ജീവനക്കാർ ചിതറിയോടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രദേശത്ത് കനത്ത ആക്രമണമാണ് നടന്നതെന്നും അർമാവീറിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ വളപ്പിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇവിടെയുള്ള പ്രമുഖ എണ്ണ സംഭരണശാലയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഇതോടൊപ്പം 2 ബഹുനില കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ആർക്കും ജീവഹാനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എണ്ണ സംഭരണശാലയ്ക്ക് പുറമെ അസോവ് കടലിലും കരിങ്കടലിലും നിലയുറപ്പിച്ചിരുന്ന റഷ്യയുടെ നിഴൽ കപ്പൽപ്പടയിലെ 4 ചരക്ക് കപ്പലുകളും ഒരു ഓയിൽ ടാങ്കറും തങ്ങൾ തകർത്തതായി സെലൻസ്കി അവകാശപ്പെട്ടു. ഉപരോധങ്ങൾ മറികടന്ന് എണ്ണ കയറ്റുമതി നടത്താൻ റഷ്യ ഉപയോഗിക്കുന്ന കപ്പലുകളെയാണ് യുക്രൈൻ ലക്ഷ്യമിട്ടത്. റഷ്യൻ സൈന്യത്തിന് ആവശ്യമായ ഇലക്ട്രോണിക്സ് സാധനങ്ങളും സൈനിക സാമഗ്രികളും വാങ്ങാൻ സന്നദ്ധ പ്രവർത്തകർ വൈൽഡ് ബെറീസ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സൈന്യത്തിനായുള്ള ഇരട്ട ഉപയോഗ വസ്തുക്കളുടെയും നിർണായക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വിതരണ ശൃംഖല തകർക്കുക എന്നതാണ് ഈ വെയർഹൌസുകളെ ലക്ഷ്യമിടുന്നതിലൂടെ യുക്രൈൻ ഉദ്ദേശിക്കുന്നത്.